ഇത് 2019 ശേഷം അതിന് സമാനമായ ഒരു വെള്ളപ്പൊക്കമായിട്ട് തന്നെ ഒരു പ്രളയത്തിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇത് പിന്നെ ഇങ്ങനെ മലയോര മേഖലയിലുള്ള മലവെള്ളപ്പാച്ചിലാണോ അതിൻ്റെ കാരണം? ആകെ കിഴക്കൻ മലയോര മേഖലയിൽ ഉരുൾപൊട്ടി കഴിഞ്ഞാൽ കൂടുതൽ കാറ്റും മഴയും എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ചാത്തമത്ത് വെള്ളത്തിരുത്തി പാലായി കയ്യൂർ കാര്യം ആ ഒരു എല്ലാം വെള്ളത്തിൻ്റെ ഒരു സ്ഥിതിയാണെന്നില്ല. അതായത് തേജസ്വിനി കാര്യം കൂടെ എല്ലാം കര കവിഞ്ഞോളൂ. എല്ലാം കര കഴിഞ്ഞു അല്ലേ? നിലവിലിപ്പോൾ ഒരു 2019 അതിന് സമാനമായിട്ട് ഒരു വെള്ളപ്പൊക്കം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിരവധി വീടുകളെല്ലാം എല്ലാവരും കുടിയൊഴിഞ്ഞു പോയി, മാറിപ്പോയി. ഇപ്പോൾ ഇതെല്ലാം വയലും റോഡും അല്ലല്ലേ, എല്ലാം വെള്ളത്തിനടിയിലായല്ല. ഇനിയിപ്പോൾ കൃഷി എന്നത് ഈ കൃഷിയെ കംപ്ലീറ്റ് ഇനി ഇന്നും കൂടെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പിന്നെ കൃഷി കൊയ്യാൻ ആവുണ്ടാവില്ല, എല്ലാം ചീഞ്ഞു പോകും. ഇന്നലെ ശേഷം പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് ഇരിച്ചു കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏകദേശം ഒരു 2:45 വരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് കുറച്ച് ബ്രേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഏത് സമയത്തും വീണ്ടും തിരിച്ചു വരാം. കിഴക്കോട്ട് മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം പ്രതീക്ഷിക്കാം. ചില ഘട്ടങ്ങളിലെല്ലാം പിന്നെ 2-3 ദിവസം ഇതേപോലെ വെള്ളം നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ കൃഷി നശിക്കും, അതുപോലെ തന്നെ വീടുകളിലെല്ലാം വലിയ പ്രയാസം ഉണ്ടാകും. ഇനിയിപ്പോൾ ഇപ്പം എല്ലാ വീടുകളിലും ചളി കയറി ആകെ പിന്നെ എല്ലാ ഫർണിച്ചർ ഉൾപ്പെടെ നശിച്ച സ്ഥിതിയിലാണ് ഉള്ളത്. എല്ലാ പിന്നെ കട്ടിലായാലും വെള്ളം ഇറങ്ങിയാലും പിന്നെ അധികൃതരുടെ കൃത്യമായിട്ടുള്ള സഹായം ഉണ്ടായാൽ മാത്രമേ ഇത് പിന്നെ നമുക്ക് ഈ പൂർവ്വസ്ഥിതിയിൽ ആക്കാൻ വേണ്ടിയിട്ട് കഴിയൂ. വലിയ പ്രയാസമാണ് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനല്ലേ ഇനിയിപ്പോൾ ഇത് വെള്ളം ഇറങ്ങിയാലും ഇത് വീണ്ടെടുക്കണമെങ്കിൽ നമ്മൾ പിന്നെ ചുമട്ട് തൊഴിലാളികളെയും DYFI പ്രവർത്തകരെയും അതിൻ്റെ സജ്ജീകരണത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ നഗരസഭാ ചെയർമാൻ ഇന്നലെ ഫുൾ ടൈം രാത്രി 12:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം രാവിലെയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം എല്ലാ നേതൃത്വപരമായ പിന്നെ വഹിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ പോലീസ് വന്നിട്ടുണ്ട്. നീലായി ഉൾപ്പെടെ ഒരു 10-25 വീടുകൾ അങ്ങനെയും വെള്ളത്തിലുണ്ട്. നമ്മുടെ പ്രദേശത്തിൽ ഉൾപ്പെടെ 150 വീടുകൾ ഇപ്പം ആകെ വെള്ളത്തിൽ കിടക്കുകയാണ്. ഈ സമാനമായ അവസ്ഥ തന്നെയുള്ളത്. വീടുകളിലെല്ലാം വെള്ളം കയറി. ഈ വാർഡിനകത്താണ് പിന്നെ വെള്ളം കയറിയിട്ടുള്ളത്. ഈ 2 വാർഡിനകത്ത് ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ വരെ അല്ലേ ഒരു അവസ്ഥ ഇതിന് ഇനി ഉള്ളത് ശുചീകരണ പ്രവർത്തനമാണ്. അപ്പോൾ അതിനകത്ത് ശുചീകരണ പ്രവർത്തനത്തിനകത്ത് പിന്നെ തൊഴിലാളികളെയും യുവജന സഖാക്കളെയെല്ലാം അണിനിരത്തി പിന്നെ ശുചീകരണ പ്രവർത്തനം നടത്താൻ പിന്നെ സജ്ജമാക്കാൻ ഇടപെട്ടിട്ടുണ്ട്. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2019 ഒരു സമാനമായ അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ മഴ കുറച്ചും കൂടി ഇത് കണക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഇന്നലെ വളരെ പെട്ടെന്നാണ് വന്നത്. ഇപ്പം ഇന്നലെ 6 മണി തൊട്ട് തുടങ്ങിയാണ്. രാത്രി 2:30-3 മണി വരെ വെള്ളം കയറ്റായിരുന്നു. ഇപ്പം കുറച്ച് ചെറിയ രീതിയിൽ ഒരു ഇറക്കം തുടങ്ങിയിട്ടുണ്ട്. അതായത് വൈകിട്ട് മുമ്പ് ഇത്ര കയറി നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ഇല്ല. ഇത് വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വെള്ളക്കയറ്റം ഉണ്ടായത്. അപ്പോൾ ആ നിലയിൽ തുറന്നുകൊണ്ട് ഇപ്പം രാത്രി ഒരു 3 മണി ആ നിലയിൽ വന്നു. ഇപ്പം ചെറിയൊരു ഇറക്കം തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ രാത്രിയും കുറച്ചൊക്കെ ഇവിടെ സജീവമായി ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി 2 മണിക്കായിരുന്നു തിരിച്ചു പോകുന്നത്. അതിനുശേഷം രാവിലെ വന്ന് നോക്കി വെള്ളം ഇറങ്ങുന്ന സമയത്താണ് പിന്നെ വന്നത്. പിന്നെ എല്ലാ സജ്ജീകരണം ഒരുക്കി വെച്ചു. മുനിസിപ്പാലിറ്റി നിന്ന് എല്ലാ സജ്ജീകരണം ഒരുക്കി വെച്ചിട്ടുണ്ട്. ക്യാമ്പ് ഉൾപ്പെടെ തന്നെ എല്ലാവരും മാറ്റാൻ സാധിച്ചല്ലേ ഈ വീടുകളിലുള്ളവരെല്ലാം? അതായത് കുറച്ച് പേര് അവരവരെ ബന്ധുവീട്ടിലേക്കാണ് മാറിയത്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാരും പോയിട്ടില്ല. അത് നമ്മൾ ക്യാമ്പ് ഒരുക്കി വെച്ചായിരുന്നു. പക്ഷെ അത് ആരാന്നിൽ പോയിട്ടില്ല. എല്ലാവരും പരമാവധി വീടുകളിൽ മാറി താമസിച്ചിരുന്ന നിലയാണ് ഉള്ളത്. നമ്മുടെ ഈ പ്രദേശം ഉൾപ്പെടുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഇങ്ങോട്ട് ഇപ്പോൾ ഈ വീടുകൾ മുങ്ങിയ പ്രദേശം ഉണ്ടല്ലോ, എന്താണ് വീടുകളിലെല്ലാം ഒരു അവസ്ഥ എന്താണ്? ഇന്നലെ വൈകുന്നേരം 7 മണി വരെ വെള്ളത്തിൻ്റെ ഒരു സൂചന ഉണ്ടായില്ല. അങ്ങനെ പുഴയിൽ വെള്ളം കൂടിയെന്നല്ലാതെ നമ്മുടെ നാട്ടിലേക്ക് വെള്ളം കടക്കാൻ വേണ്ടി തുടങ്ങിയില്ല. 7 മണിക്ക് ശേഷം ആണ് വെള്ളം പെട്ടെന്ന് തിരിച്ചു കയറിയത്. അപ്പോൾ താഴ്ന്ന പ്രദേശത്തുള്ളൊരു 8-10 വീടുകൾ ഇന്നലെ രാത്രി തന്നെ ചെറുതോണികളിലായിട്ട് ബന്ധു വീടുകൾ മാറ്റിയിട്ടുണ്ട്. അതിനിപ്പോൾ മറ്റ് സ്ഥലത്തുള്ള ആളുകളെ അതാ സ്ഥലത്ത് അവരെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും അല്ലേ ഇതൊരു വീണ്ടെടുപ്പുണ്ട് അല്ലേ? വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വീടുകൾ വൃത്തിയാക്കലിനും വലിയ പണിയാണ്. ഈ ചളിയും ഇതും വീട്ടിനകത്തേക്ക് കയറിയിട്ടുള്ള പാലം വൃത്തിയാക്കലിനും വലിയ പണിയാണ്. കൃഷിയിടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൃഷിയുടെ ഇതെല്ലാം നെൽകൃഷിയുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടിയിലും ഇപ്പം നെൽകൃഷി നല്ല ആയിട്ടുള്ള നാട്ടിപ്പണിയെല്ലാം കഴിഞ്ഞ് ആയിട്ടുള്ള സ്ഥിതിയാണ്. അതൊക്കെ ഇപ്പോൾ പോവും.